ഏതാ നമ്മൾ പഠിക്കുന്നത്? എന്താ നമ്മൾ പഠിക്കുന്നത്? അള്ളാഹുവിൻ്റെ ലുത്തുഫിനെ പഠിക്കാം. ഷൂറയിലെ എത്രാമത്തായത്ത്? ഷൂറയിലെ 19 20 ആയത്തെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതൊന്നും കൂടി ഓടുന്നത് ബാക്കി പറ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലതീഫും ബിഇബാദിഹി. അല്ലാഹു ലതീഫും ബിഇബാദിഹി. അല്ലാഹു ലതീഫും ബിഇബാദിഹി. يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ഷൂറ 19 20. സുബഹി നിസ്കരിച്ച് 7 വട്ടം ചൊല്ലിയാൽ ദാരിദ്ര്യം തീരും. ഒന്നും കൂടെ അഊദു ബില്ലാഹി. ചൊല്ലാന്ന് പറഞ്ഞാൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിക്റും വായ്ത്താരിയല്ല, ഉൾക്കൊള്ളല, ഉൾക്കൊണ്ട് പറയും. ഒരു വായ്ത്താരിക്കും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം. 1000 കൊല്ലം ദിക്ർ ചൊല്ലിയാലും നീ ഇപ്പോൾ നിൽക്കുന്ന കദമിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകില്ല. 1000 കൊല്ലം നീ ദിക്ർ ചൊല്ലിയാൽ 1000 കൊല്ലം നിനക്ക് ഫിത്ന ഉണ്ടാക്കാം. നീ ദിക്റും ചൊല്ലും, നീ ഫിത്ന ഉണ്ടാക്കും. ഏറ്റവും ദിക്ർ ചൊല്ലുന്നവനായിരിക്കാം പലപ്പോഴും ഒരു മഹല്ലിലെ ഏറ്റവും വലിയ ഫിത്നക്കാരൻ. അതൊക്കെ നിങ്ങൾക്ക് അനുഭവമാണ്. മോശം പറയാൻ എന്താ പ്രശ്നം? പ്രശ്നം ദിക്റിൻ്റെ അടിസ്ഥാനം ഉൾക്കൊള്ളല. പിന്നെ നാവിന് പണി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നാവിന് പറഞ്ഞാൽ കൂലിയില്ലേ? ഉണ്ട്. പക്ഷേ നാവോ ജസദോ, ജസദിൽ പ്രധാനപ്പെട്ട ഒരു സാധനം മാത്രമാണ് നാവ്. ജസദ് ഒരു വർത്തമാനമേ അല്ല, ജസദ് ഒരു കേസാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടിക്ക് ഒട്ടക്കലോ അല്ലെങ്കിൽ തൃശ്ശൂരോ കൊണ്ടുപോകുമ്പോൾ ബോഡി കെട്ടിക്കൊടുക്കും. ആ ബോഡി മാത്രമാണ് ശരീരം. എത്രയോ കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലെ കമ്പനിയിൽ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബോഡി കിട്ടിയത് അത് ഓടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കേസ് കിട്ടും. എവിടുന്ന്? ഒട്ടക്കന്ന് കിട്ടും, തൃശ്ശൂരിൽ നിന്ന് കിട്ടും, കൊടുങ്ങല്ലൂരിൽ നിന്ന് കിട്ടും, എറണാകുളത്ത് നിന്ന് കിട്ടും. അതാണ് എന്ത് പറ കിളക്കളാന്ന് പറയലല്ല. അതല്ല ദിക്ർ. അതിന് കൂലില്ലേ? കൂലി ഉണ്ടാകാം, പക്ഷെ അതുകൊണ്ട് നിന്റെ പ്രശ്നം തീരൂല. നിന്റെ പ്രശ്നം തീരണമെങ്കിൽ ഉൾക്കൊള്ളണം. അല്ലാഹു ലതീഫും ബിഇബാദി. ആ ആയത്ത് ഉൾക്കൊള്ള. പരിഭാഷ നോക്കിയാൽ പോരാ, നോക്കുക, എന്നിട്ട് ഉൾക്കൊള്ള. മനസ്സിലായോ? പറഞ്ഞ അല്ലാഹു തൻ്റെ അടിമയോട് മാർദ്ദവമേ ചെയ്യൂ, ശക്തി കൂട്ടൂല. വളരെ മിനുസമായിട്ടേ അടിമകളോട് അല്ലാഹു ഇടപെടും. ഒരിക്കലും പ്രശ്നം ഉണ്ടാവും. കടം വരൂലേ? വരും. കടക്കാരനായി മരണപ്പെട്ട ഒരാളുടെ പേര് പറയാം, മുഹമ്മദ്. എന്താ പ്രശ്നം? കടക്കാരനായി വഫാത്തായി. പിന്നെ അലിയാർ കടം വീട്ടി. അലി അല്ലാത്ത ആരും എൻ്റെ കടം വീട്ടരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് വഫാത്താകുമ്പോൾ പടയങ്കി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജൂതൻ്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പ്രശ്നം? കടം. എന്താ പ്രശ്നം? കടം പരിധി വിടാതിരുന്ന അല്ലാഹു കാക്കട്ടെ. കടമുണ്ടോ? അതൊക്കെ സ്വാഭാവികമാണ്. കടത്തിന് കൊതിക്കണം എന്നല്ല പറഞ്ഞ്. കടമുണ്ടാകൽ ഒരു തൻ്റെ 2ാം നമ്പറേ അല്ല, 1ാം നമ്പറാണ് പ്രശ്നമുള്ളത്. കടത്തെക്കുറിച്ചുള്ള ഹദീസ് കേട്ടതിൽ പിന്നെ ഞാൻ എന്നും കടക്കാരനാകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു. എന്താ പ്രശ്നം? കടത്തെ പറ്റി മുത്തുനബി പറഞ്ഞു, ഹദീസ് കേട്ടത് മുതൽ ഞാൻ എന്നും കടക്കാരനാകാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു 1/2 ദിർഹമെങ്കിലും ഒരാൾക്ക് കൊടുക്കാണ്ടാവും. എൻ്റെ കടക്കാർക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ കിട്ടണം. എന്ത് പ്രശ്നമുള്ളത്? കടലില്ലാത്തവനാണ് ഫിറഔൻ, ഈ ലോകത്തെ ഏറ്റവും വലിയ ദോഷിയാണ്. കടലില്ലാത്തവനാണ് ഖാറൂൻ, ഈ ലോകത്തെ ഏറ്റവും വലിയ ദോഷിയാണ്. കടലില്ലാത്തവനാണ് നമ്രൂദ്, അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ദോഷിയാണ്.
പ്രശ്നം? അതൊന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നം. മുഅ്മിനീങ്ങൾക്ക് കടണ്ടോ? പക്ഷേ അവർക്ക് അപ്പോഴും ഒരു മൃദുത്വം ഉണ്ടാവും. എന്താ മൃദുത്വം? അവർക്ക് കടം കൊടുത്തവർ ലുത്ഫ് ചെയ്യും, അവരെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും, അവർ പ്രതീക്ഷയുടെ വാതിൽ മുന്നിലുണ്ടാവും. കടണ്ടാവും, അത് പ്രശ്നമുള്ളത്. മനസ്സിലായില്ലേ? ചിന്താഗതികൾ മാറ്റണം. അതൊന്നും പ്രശ്നമില്ല. കടണ്ടാക്കാനായിട്ട് നടക്കണമെന്നല്ല, കടം സ്വാഭാവികമായി മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാക്കാം. കടല്ലാത്തവൻ ഫിറഔൻ ഒന്തമ്മാടി, കടല്ലാത്തവൻ ഖാറൂൻ അവൻ ഒന്തമ്മാടി, സയ്യിദുൽ അംബിയാ കടക്കാരനായി വഫാത്തായി. എന്താ പ്രശ്നം? എന്താണ്? ربي جل الله ما في قلبي غير الله. ചിന്താഗതികൾ മാറ്റണം, ചിന്താഗതി മാറ്റണം. ഇത് 276 ക്ലാസ്. ഈ 776 ക്ലാസും ചിന്താഗതി മാറ്റാനാണ്. ഞാൻ നിങ്ങളോട് എന്നും പറയും, ഇബാദത്തടാ ഇവിടെയല്ല, ഇബാദത്ത് ഇവിടെയാണ്. ഇബാദത്ത് ഇവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഒരു ഇമാമ് പറഞ്ഞാലും മൗമും പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. ഇബാദത്ത് ഇവിടെയല്ല, ഇബാദത്ത് ഇവിടെ. من أعبد الناس قيل لرسول حديث قيل لرسول الله صلى الله عليه وسلم من أعبد الناس قال العاقل. يا سبحان الله. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആൾ ആരാണെന്നൊരിക്കൽ പുണ്യ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. ഖാല, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അൽ ആഖിലു, ആഖിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. اللهم اجعلنا اللهم اجعلنا من اللهم اجعلنا منه اللهم اجعلنا من. അതാണ് ഇബാദത്ത്. പൂളക്കകളൊക്കെ പണ്ടത്തെ മനുഷ്യന്മാരെ മാത്രമാണ്. നമുക്ക് നെറ്റിമ്മലാണ് ഇബാദത്ത്, അവർക്ക് നെറ്റിമ്മലല്ല, അവർക്ക് നെറ്റിയിലല്ല. അവർക്ക് വാഴക്ക് മണ്ണിടുമ്പോഴും അള്ളാഹുവിൽ ചിന്തിക്കും, പൂളക്ക് ഇളക്കുമ്പോഴും അള്ളാഹുവിൽ ചിന്തിക്കും, കന്നുകൂട്ടുമ്പോഴും അള്ളാഹുവിൽ ചിന്തിക്കും, പേടിയാൽ സാധനം പൊടിഞ്ഞു കൊടുക്കുമ്പോഴും അള്ളാഹുവിൽ ചിന്തിക്കും, നമ്മൾ ദിക്ർ ചെല്ലുമ്പോഴും ദുനിയാവിൽ ചിന്തിക്കും. ആണോ അല്ലേ? തീരുമാനിച്ചു പോയാൽ മതി. ആണോ അല്ലേ? എൻ്റെ പേരാണ് അമുക്ക്. തല കൊടുത്തോ ആകാശഭൂമി പൊളിഞ്ഞാടിയാൽ റഹ്മത്തുള്ളാഹ്ക്ക് ഒരു രോമം പൊട്ടൂല. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അതൊക്കെ പറയുന്നത്. എടാ ചങ്ങായി, ഇവിടെ അല്ലടാ ഇബാദത്ത്, ഇവിടെ കള്ളന്മാരെ ഇബാദത്ത. അതിനർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല, കള്ളനും നിസ്കരിക്കുന്ന പറഞ്ഞതിനർത്ഥം. പക്ഷെ കള്ളന് ഈ പണി ഉണ്ടാവില്ല. ഓൻ്റെ അക്കല് ദുനിയാവിലായിരിക്കും, മൂമിൻ്റെ അക്കല് അള്ളാഹുവിലായിരിക്കും. അതേ സമയത്ത് നല്ലോനും കള്ളനും ഇതുകൊണ്ട് പണിയാക്കും. അടയാളം തന്നെയല്ല. തീരുമാനിച്ചു പോയാൽ മതി. എഴുതിയൊക്കെ ഹദീസ് എന്തായിരുന്നു? എന്താ ഹദീസ്? ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു, മൻ അഅ്ബദുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുള്ളവൻ ആരാണ്? ഖാല അൽ ആഖിലു, അൽ മുസല്ലി എന്നല്ല, അസ്വായിമു എന്നല്ല, അൽ മുസക്കി എന്നല്ല, അൽ ഹജ്ജു എന്നല്ല, ഏറ്റവും നിസ്കരിച്ചോന്നല്ല, ഏറ്റവും നോമ്പോച്ചോന്നല്ല, ഏറ്റവും സക്കാത്ത് കൊടുത്തോം സദഖ കൊടുത്തോം, പള്ളിയിലായ പള്ളിയിലും എത്തീങ്ങാനിലായ എത്തീങ്ങാനിലും 1000 ചാക്ക് അരി കൊടുത്തോന്നല്ല. പിന്നെ അൽ മുഹജ്ജു അൽ ഹജ്ജു എന്ന് ഹജ്ജ് ചെയ്തോന്നല്ല, എല്ലാ കൊല്ലം ഹജ്ജിന് പോകണമെന്നല്ല. കേറിണ്ടാവണ്ട, ഇങ്ങോട്ട് ഇരുന്നോട്, അടുത്തിട്ട് കേറ്. നിങ്ങൾക്ക് സേറ് ബാധിച്ചിട്ടുണ്ടെങ്കിലും കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയും, ക്ലാസ്സിൽ വന്നിരിക്കി, ഇവിടെ വന്നിരിക്കി. എന്തിനാ വരാൻ പറയണ്? ഇവിടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കില്ല, ഇവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കടം വാങ്ങിയതിന് പരിഹാരം ഇവിടെ ഉണ്ടാവും? 276 ക്ലാസ്സിലാ, 276 ക്ലാസ്സിലും ഞാൻ കടക്കാരനാ. എടാ, ഇവിടെ വന്നിരുന്നിട്ട് കടം വീടുകയാണെങ്കിൽ എനിക്ക് കടം ഉണ്ടാകാൻ പാടില്ലല്ലോ.
ഞാൻ കടം കൊടുക്കാനുള്ള എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. അതിൽ വിഷയമായിട്ട് എനിക്ക് തോന്നണമില്ല. അല്ലാഹു തന്ന മുതലുണ്ട്, റബ്ബ് എന്ന നിഅമത്തുണ്ട്. അതല്ലാഹു നിലനിർത്തിയാൽ മരിച്ചതിൻ്റെ പിറ്റേന്ന് 10 സെന്റ് ഭൂമി ഒരാൾ വിറ്റാലും കടം കൂടും. നിഅമത്തുണ്ട്. എന്നാ പിന്നെന്താ വിറ്റൂടെ? അങ്ങനെ ചുള്ളിന് വിലക്കിൻ്റെ മുതൽ ഞാൻ നോക്കും. അങ്ങനെ ആരും നടക്കണ്ട. വിറ്റൂടെ? കോടിക്കണക്കായ ഉറുപ്പിൻ്റെ മുതലുണ്ട്. ഞാൻ ഫക്കീറായ മൂര്യരല്ല, മുതലാളിയായ മൂര്യര. എൻ്റെ റബ്ബ് തന്നെ നിഅമത്ത്. 10 സെന്റ് ഭൂമി വിറ്റാൽ എൻ്റെ കോടിക്കണക്കിന് കടം കൂടും. 10 സെന്റ് ഭൂമി വിറ്റാൽ അങ്ങനത്തെ ഭൂമിയും എൻ്റെ അടുത്തുണ്ട്. പിന്നെ എന്താ വെക്കാട്ട് വെക്കൂല, അതിന് നടക്കണ്ട. ബ്രോക്കറാകാൻ വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എൻ്റെ ഭൂമി ഒന്ന് വെക്കാൻ വേണ്ടി ആ കടമൊക്കെ നമുക്കൊന്ന് വീട്ടുസ്ഥാനം വന്നവരുണ്ട്. അതൊന്നും നടക്കൂല. എൻ്റെ മുതൽ ഞാൻ ചുള്ളിനെ വെക്കൂല. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണം. അല്ലാഹു വലിയവനാണ്, ഒന്നും പിടിക്കണ്ട. ഒക്കെ മനുഷ്യനുണ്ടാവും, ഒന്നും പ്രശ്നമില്ല. ഇവിടെ വന്നതോടെ കടമ്പൂടെന്ന് വിചാരിക്കണ്ട. ഇവിടെ വന്നതുകൊണ്ട് സിഹർ ബാത്തിലാവൊന്നും വിചാരിക്കണ്ട. ഇവിടെ വന്നാൽ നിന്റെ ചിന്താഗതി മാറും. അന്ന് നിന്റെ കടം വിടും, അന്ന് നിന്റെ പ്രശ്നം തീരും. കടം പിന്നെ എന്ന് കൂടിയാലും മതി, പ്രശ്നം തീരും. സിഹർ പിന്നെ 10 അങ്ങേറ്റ് 10 മണില്ല, നിന്റെ പ്രശ്നം തീരും. എന്തുകൊണ്ട്? നിന്റെ പ്രശ്നം നിന്റെ തലച്ചോറില്ല, അല്ലാതെ നിന്റെ മൂത്തമ്മ സിഹർ ചെയ്തതല്ല. എന്ത് മൂത്തമ്മ? എടോ, ഈ ലോകത്തുള്ളവരെല്ലാം സിഹർ ചെയ്തിട്ട് ഒരാൾ കരിഞ്ഞു പോവുകയാണെങ്കിൽ ആ ആളെ കാണണമെന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടോ? ഈ കേരളത്തിലെയും മലബാറിലെയും തലയെക്കെട്ടുകാരും ആജ്യന്മാരും അല്ലാത്തവരും കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ ചെയ്ത സിഹർ കൊണ്ട് ഒരാൾ കരിഞ്ഞു പോവുകയാണെങ്കിൽ അയാളെ കാണണമെന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടോ? അങ്ങോട്ട് നോക്കി, ഞാനാണ്. എത്ര തലയെക്കെട്ടുകാരും ആജ്യന്മാരുമാണ് സിഹർ ചെയ്തെന്ന് കയ്യും കണക്കില്ല. അവരെ എനിക്കറിയുകയും ചെയ്യും. എനിക്ക് സിഹർ ചെയ്ത മുഴുവൻ ആളുകളെ എനിക്കറിയും. അവരെ പ്രശ്നം അസൂയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് മറുപടിയില്ല, മറുപടിയില്ല. അത് അള്ളാഹിൻ്റെ കോടതിയിൽ അവർ കൊടുക്കും. ഞാൻ മാപ്പാക്കൂല, ആർക്കും മാപ്പാക്കും. കത്തിയും കൊണ്ട് വന്നാൽ മാപ്പാക്കും, സിഹർ ചെയ്തവന് മാപ്പാക്കും. ഒരുത്തനും വിചാരിക്കണ്ട. ഈ പ്രസംഗവും ആ മൂല്യന്മാർ കേൾക്കാൻ സാധ്യത. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. ഒന്നും വിടുന്ന് വിചാരിക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തും ചെയ്യാം, സിഹർ ചെയ്യരുത്. എല്ലാവരും അറിയുകയും ചെയ്യും, പ്രശ്നമൊന്നുമില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. അബീബി സിന്ദാര, ക്യാ ബാത്, അബീബി സിന്ദാര. അതിലൊന്നും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കണം. ഇതൊന്നും വലിപ്പത്തരം പറയും. എൻ്റെ റബ്ബിൻ്റെ വലിപ്പത്തര ചിന്താഗതി മാറ്റിയിട്ടുണ്ട്. പണ്ട് എനിക്ക് ചിന്താഗതി മാറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ചിന്താഗതി മാറിപ്പോയി റബ്ബിൻ്റെ സഹായത്താൽ. അൽഹംദുലില്ലാഹ്, റബ്ബ് ചെയ്ത നിഅമത്താ. സാലിഹ്യങ്ങളെ കൈ പിടിച്ചപ്പോൾ അല്ലാഹു തലച്ചോറ് നന്നാക്കി. അല്ലാഹു നന്നാക്കി തരട്ടെ. സാലിഹ്യങ്ങളെ കൈ പിടിച്ചു, അപ്പോൾ അവരെ കരണ്ട് ഇങ്ങോട്ട് തടിയുമേ കയറി. ഈ ലോകത്തെ ഏറ്റവും വലിയ സാലിഹ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് മാത്രം വേറൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തന്നെ നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളോട് വരാൻ പറയുന്നത് എന്തിനാ? ചിന്താഗതി മാറ്റണം. എൻ്റെ ചിന്താഗതി ഒരു പ്രശ്നവുമില്ല. പ്രശ്നം മുഴുവനും ആര് പരിഹരിക്കും? അല്ലാഹ്. ഒരു പ്രശ്നം നീ ധൃതി പിടിക്കരുത്. ധൃതി പിടിക്കരുത്. അൽ അജലത്തു മിനശ് ശൈത്വാൻ, എല്ലാ ധൃതിയും പിശാചിൽ നിന്നാണ്. ഒന്നിനും ധൃതി പിടിക്കണ്ട. അൽ അജലത്തു മിനശ് ശൈത്വാൻ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ധൃതി എപ്പോഴും പിശാചിൻ്റെതാണ്. ധൃതി എപ്പോഴും പിശാചാണ് ധൃതിയെ കൊണ്ടുവരും. ഇല്ലാ ഫീ സിത്തത്തി മവാളിഅ, 6 സ്ഥലത്ത് മാത്രമേ ധൃതി പിടിക്കാൻ പാടുള്ളൂ. 6 സ്ഥലത്ത് ധൃതി പിടിക്കാം, അല്ലാതെ ഒന്നും ധൃതി പിടിക്കരുത്. എൻ്റെ അർത്ഥം പണിക്കോകരുത് എന്നല്ല. പണിക്കോണം നേരം വിളിത്താൻ. കച്ചവടം ചെയ്തതല്ല, കച്ചവടം ചെയ്യണം. ലാഭം കിട്ടുന്ന വഴി നോക്കണം, അവനെ തകർക്കാതെ പറ്റിക്കാതെ. ലാഭം, കച്ചവടത്തിൽ ലാഭം വേണ്ടേ? വേണോ? വേണ്ടേ? വേണം. അത് അല്ലാഹു ഹലാലാക്കിയതല്ലേ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടം ഹലാലാക്കിയത്. ഹലാലായ ഭക്ഷണം കഴിക്കണമെങ്കിൽ കച്ചവടം ചെയ്യണം, കൃഷി ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ പേടിക്കണ്ട,
കച്ചവടവും കൃഷിയല്ല നമ്മളെ പണി നടത്തി തരുന്നത്. കച്ചവടവുമല്ല, കൃഷിയുമല്ല, ഇതൊന്നുമല്ല നമ്മളെ കാര്യം നടത്തി തരുന്നത്. കച്ചവടം പൊട്ടിക്കോട്ടെ. എന്ത് കച്ചവടം ഒരു സബീൽ, അള്ളാഹ്ക്ക് 100 സബീല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭരണി തുറന്നു കാണിച്ചെന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച ഭരണി ഞാൻ തുറക്കണ കണ്ടുവരെന്ന് കൈയോക്കി. എന്താ പറഞ്ഞത്? എൻ്റെ ഭരണിക്കുള്ളിൽ അടക്കപ്പെട്ട ഉറുമ്പിന് രക്ഷപ്പെടേണ്ട വഴി അറിയൂല. 10,000 ഉറുമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്നാൽ ഭരണിയുടെ ഉടമക്കാരന് ഒന്നിങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി അതിൻ്റെ മൂടി. 10,000 ഉറുമ്പിന് ഒരു സെക്കൻഡോട് പുറത്തു വരാൻ കഴിയും. ഇതാണ് അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം. നമുക്കിത് ഭരണിയിലിരിക്കുന്ന ഉറുമ്പിന് തോന്നും ഇത് ഏതോ ഒരു ലോകമാണ്, ഞാൻ അതിൽ കുടുങ്ങി. ഉറുമ്പിന് അള്ളാഹ്ക്കോ എടുത്തേക്കും വേണ്ട, ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ആണോ അല്ലേ? തന്നെ അള്ളാഹ്ക്ക് വഴി പറഞ്ഞു കൊടുക്കരുത്. 6 സ്ഥലങ്ങളിൽ ധൃതി പറ്റും. 1 അദാ ഉസ്സലാത്തി ഇദാ ദഖലൽ വഖ്തു, സമയം കടന്നാൽ ധൃതി കൂട്ടി നിസ്കരിക്കണം. വദഫനുൽ മയ്യിത്ത് ഇദാ ഹളറ, മയ്യിത്ത് ഹാളറായി കഴിഞ്ഞാൽ ധൃതി കൂട്ടി മറവ് ചെയ്യണം. വതസ്വീജുൽ ബിക്രി ഇദാ ഉദ്രിക്കത്ത്, കെട്ടിക്കണ്ട പ്രായമായാൽ കന്യകയായ പെണ്ണിനെ പെട്ടെന്ന് കെട്ടിക്കണം. വഖളാഉദ്ദൈനി ഇദാ വജബ, അവധി എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു വീട്ടാൻ നോക്കണം കടം. അവധി എത്തിക്കഴിഞ്ഞാൽ ഇദാ നസല, വിരുന്നുകാരൻ വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണം. ഇദാ ഉദ്നിബ, തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണം. മറക്കരുത്. 6 സ്ഥലം ധൃതി അത്യാവശ്യമായ 6 സ്ഥലം. വേറെ ഒന്നിലും എന്ത് വേണ്ട, ധൃതി വേണ്ട. ധൃതി വേണ്ട, എന്തിനു പേടിക്കണ്ട. ഏതൊക്കെ 6 സ്ഥലം പറ? ഏതൊക്കെ 6 സ്ഥലം? 1 അദാ ഉസ്സലാത്ത് ഇദാ ദഖലൽ വഖ്തു, സമയം കഴിഞ്ഞാൽ ധൃതി കൂട്ടി നിസ്കരിക്കണം. 2 വദഫനുൽ മയ്യിത്ത് ഇദാ ഹളറ, മയ്യിത്ത് ആയി കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് മറവ് ചെയ്യാൻ നോക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 3 കന്യകയായ പെണ്ണിൻ്റെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവളെ കെട്ടിക്കാൻ നോക്കണം. 3 4 വഖളാഉദ്ദൈനി ഇദാ വജബ, അവധി എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു വിട്ടാൻ നോക്കണം. വഇത്ആമുൽ ളൈഫി ഇദാ നസല, വിരുന്നുകാരൻ വീട്ടിലെത്തിയാൽ ഉടനെ എന്തെങ്കിലും കൊടുക്കണം. മനസ്സിലായില്ലേ? വതഅജീലു തൗബത്തി ഇദാ ഉദ്നിബ, ദോഷം ചെയ്താൽ ഉടനെ തൗബ ചെയ്യണം. പിന്നെ ഒന്നും വേണ്ട, പിന്നൊന്നും ധൃതി വേണ്ട. കഴിഞ്ഞ ആഴ്ച ഒരു ഹദീസ് പറഞ്ഞിരുന്നു, ഈ ആഴ്ച വേറെ ഹദീസ് പറയാം. കുട്ടികളൊക്കെ എഴുതി വെക്കണേ. എല്ലാവരും പേനയും കടലാസും ബുക്കില്ലാതെ സദസ്സിൽ വരരുതെന്ന് എല്ലാവരോടും ഞാൻ പറയാനുള്ളതാണ്. എഴുതി വെക്കണം, ഹദീസ് എഴുതി വെക്കണം. എന്താണ് ഇന്ന് പറയുന്ന ഹദീസ്? ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹദീസ് ഏതാ? കഴിഞ്ഞ ആഴ്ച ഹദീസ് പറഞ്ഞു, വളരെ മർമ്മപ്പെട്ട ഒരു ഹദീസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എൻ്റെ ദാസന്മാരിലുണ്ട് ചില ആളുകൾ, ലാ യുസ്ലിഹുഹു ഇല്ലൽ ഗിന, സമ്പത്തില്ലെങ്കിൽ അവർ സ്വാലിഹാവൂല. നല്ല ആളുകളായിരിക്കും, സമ്പത്ത് പൊളിഞ്ഞാൽ അവരാകെ തകർന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഗിന കൊടുക്കും, സമ്പത്ത് കൊടുക്കും. മിൻ ഇബാദി മൻ, എൻ്റെ ദാസന്മാരിൽ വേറെ ചില ആളുകളുണ്ട്, ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖ്റു, ദാരിദ്ര്യം വന്നാലേ അവർ മുഅ്മിനാവും. അപ്പോൾ ഞാൻ അവർക്ക് ദാരിദ്ര്യം കൊടുക്കും. എൻ്റെ ഇഷ്ടദാസന്മാരോടുള്ള ഇഷ്ടം. ചില ആളുകൾക്ക് സമ്പത്തുണ്ടായാലേ നന്നാവും, ഇപ്പം സമ്പത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മുഅ്മിനാവൂല. ചില ആളുകളോ സമ്പത്തുണ്ടായാൽ തകർന്നു. അഹങ്കാരത്തിന് വർത്താനം. നാട്ടിലുള്ള മൂല്യന്മാരെ മുഴുവൻ കുരുത്തക്കേട് വാങ്ങും പിരിച്ചു വിട്ടിട്ട്. അങ്ങനെ 25 കൊല്ലം പള്ളി പ്രസിഡൻ്റായി നിൽക്കുന്നതിനിടയിലാണ് അള്ളാഹു തആല അവനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ ആ വഴിക്ക് വന്നില്ല. പിന്നെ എല്ലാ രാത്രിയും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് മാപ്പാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മരിക്കുകയും ചെയ്തു. പിന്നെ പ്രസിഡൻ്റ് ആകാതെ മരിച്ചു. അപ്പോൾ അള്ളാഹു അവന് പുറത്തു കൊടുത്തു.
നല്ലവനായി മരിച്ചു. നാട്ടുകാർ എന്ത് പറഞ്ഞു? വലിയ ദർജയിലായിരുന്നു, പിന്നെ ഒന്നും അല്ലാതെയായി. ഒന്നും അല്ലാതാക്കിയത് എന്തിനാ? പറഞ്ഞങ്ങായി മോനെ മൂമിനായി മരിപ്പിക്കണം റബ്ബിന് ഇഷ്ടമുണ്ട്. അങ്ങനെയുമുള്ള ചില നന്മ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇന്നൊരു ഹദീസ് പറയാം. എന്താ ഹദീസ്? മറക്കരുത്, ഈ ഹദീസ് മറക്കരുത്. മൻകാന നിയ്യതുഹുൽ ആഖിറ, മൻകാന നിയ്യതുഹുൽ ആഖിറ. മുസ്തഫ നബി പറയാ മൻകാന നിയ്യതുഹുൽ ആഖിറ, ഒരുത്തൻ്റെ നിയ്യത്ത് ആഖിറമാണെങ്കിൽ ജമഅ അല്ലാഹു ശംലഹു, അവൻ്റെ ദുനിയാവിനെ അള്ളാഹു വലിച്ചു കൂട്ടും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ സമ്പത്ത് അവൻ്റെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കും. വഅതതുഹു ദുനിയ, ദുനിയാവ് അവൻ്റെ അടുത്തേക്ക് വരും. വഹിയ റാഗിമ, ഒരു നിസ്സാര വസ്തു എന്ന നിലയിൽ. ഒഴിവാക്കിയാലും ഇങ്ങോട്ട് തന്നെ, ഒഴിവാക്കിയാലും ഇങ്ങോട്ട്. ദുനിയാവിനെ അവൻ തട്ടിയാലും ഇങ്ങോട്ട് തന്നെ വരും. അവൻ്റെ ലക്ഷ്യം എന്താണെങ്കിൽ ആഖിറാണ്. മനസ്സിലായില്ലേ? കുടുങ്ങൂല. ഒരു തന്നെ ലക്ഷ്യം ആക്രമാണെങ്കിൽ കുടുങ്ങൂല. മനസ്സിലായല്ലോ? ചിന്തിക്ക്. ഒരു പെട്ടിക്കട, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു പെട്ടിക്കട നടത്തുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ചെറിയ കുറച്ച് വെറ്റിലുണ്ടാവും, അടക്കുണ്ടാവും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും, ചെറിയ എന്തോ സാധനങ്ങൾ. ഒരു പെട്ടിക്കട നടത്തുന്ന ആൾ എൻ്റെ ജീവിതത്തിൽ പാട്. അങ്ങനെ അയാൾ ഒരു 90 വയസ്സായി അടുത്ത കാലത്ത് മരിച്ചു. അയാൾക്ക് ഒരുപാട് കുട്ടികളുണ്ടായി. ഈ കുട്ടികളെ മുഴുവനും ഈ പെട്ടിക്കടയിൽ നിന്ന് പോറ്റി. എപ്പോഴെങ്കിലും കസ്റ്റമർ വന്നെങ്കിലായി. പക്ഷെ അള്ളാഹു ഖൈന കൊടുത്തു, റാഹത്തായി ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്ക്. എന്തേ? അയാൾക്ക് വേണ്ടതൊക്കെ ആര് വെച്ചു കൊടുത്തു? മൻകാന നിയ്യതുഹുൽ ആഖിറ, ഒരുത്തൻ്റെ നിയ്യത്ത് ആഖിറമായാൽ ജമഅ അല്ലാഹു ശംലഹു, അവന് വേണ്ടതെല്ലാം റബ്ബ് ഒരുമിച്ച് കൂട്ടും. പിന്നെ അവിടെ ഒരുമിച്ച് കൂട്ടുന്ന പണി ആർക്കാണ്? അല്ലാഹുക്കാണ്. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സമൃദ്ധി വെച്ചു കൊടുക്കും, നിറഞ്ഞ്. അൽഹംദുലില്ലാഹ്, കൈഫൽ ഹാൽ, അൽഹംദുലില്ലാഹ്. എന്തൊക്കെ അറബികൾക്ക് നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെട്ടില്ല. നിങ്ങളൊരു അറബിയോട് ചോദിക്ക് കൈഫൽ ഹാൽ, ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്. 10 വയസ്സിൻ്റെ ഏർപ്പാടുണ്ടാവില്ല, എന്നാലും എന്ത് പറയും? നേരെ പുറത്തൊരു കസ്റ്റമർ പീടിയൊക്കെ വന്നിട്ടുണ്ടാവില്ല, ഉച്ചയായി, എന്നാലും എന്ത് പറയും? ബാബാ കൈഫൽ ഹാൽ, അൽഹംദുലില്ലാഹ്, അല്ലാഹു കരീം. 10,000 ഓരോ മണിക്കൂറും കച്ചവടം നടക്കുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയോട് മലയാളിയാണെങ്കിൽ ഓനോട് നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കും, കൈഫൽ ഹാൽ. അതൊന്നിപ്പോ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയൊക്കെ പോണ് ആണോ? അല്ലേ? മലയാളി എന്നും ഗൾഫ് പോയി തെണ്ടും, ഒരറബിയും കേരളത്തേക്ക് തെണ്ടാൻ വരുന്ന ജിബിജാരി കണ്ടട. ഒരറബി ഇങ്ങോട്ട് തെണ്ടാൻ വരില്ല. എന്നും അവിടെ പോയി കക്കൂസ് ഒഴുകും. എന്തേ? നിനക്ക് നന്ദിയിലടങ്ങായി. സോക്കട് മനസ്സിലായി? എൻ്റെ നമ്മളെ സോക്കട്. ഇപ്പം ഈ കൂട്ടത്തിൽ മുതലാളിമാരെ എനിക്കറിയാം, ഒരു തെണ്ടാൻ ഒരുങ്ങി. ഞാൻ സൗദി അറേബ്യക്ക് കച്ചവടത്തിന് നോക്കുക, അതൊരു തെണ്ടലാണല്ലോ. എൻ്റെ നാട്ടിൽ എനിക്കുള്ള അതിനെ തന്നില്ല. ഹജ്ജായെങ്കിലും ഞാനാണെങ്കിലും ഇബ്രാഹിമാണോ ഒക്കെ കണക്കാം. രണ്ടാം പോകുക ഒരു അറബിയോ പോയിക്കോട്ടെ, എന്തെങ്കിലും നല്ല കച്ചവടം ഉണ്ടോയെന്ന് എന്തെങ്കിലും നിങ്ങളോട് നമ്മൾ ചോദിച്ചില്ല. എന്ത് പോലെ കയ്യിലൊരു മുതലുണ്ട്. എന്ത്? അൽഹംദുലില്ലാ. ആ ജാതി ഭർത്താനം എൻ്റെ സദസ്സിൽ പറയും. അവരെ സദസ്സിൽ ഒരുത്തണ്ട്, ഒരുത്തത്തിൻ്റെ അറിയിപ്പ് മാത്രമാണ്. എന്ത്? അത് വിചാരിച്ചെന്താ അൽഹംദുലില്ലാ? അല്ല, അൽഹംദുലില്ലാ ഒരു വാക്കാണ്. അത് പൊരുത്തത്തിൻ്റെ അടയാളമായി പുറത്തു വരണം. മറ്റത് വാക്ക് എങ്ങനെയും വെരി ഗ്ലാഡ് ടു മീറ്റ് യു. എന്നെ കൊല്ലാൻ നടക്കണ്ട എന്ന് പറയാം. മനസ്സിലായില്ല? വളരെ സന്തുഷ്ടനാണ്. എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, എന്നാലും എന്താ പറയാ, അതൊക്കെ വാക്കാണ്, അതിനൊന്നും വിലയില്ല.
മനസ്സിലായില്ലേ? ചിന്തിക്ക്. അൽഹംദുലില്ലാ അതൊരു വാക്കിൻ്റെ അക്ഷരത്തിൻ്റെ കൂലിട്ടും അതല്ലത്. അതിൻ്റെ ഒരു ഉള്ളുണ്ട്. എന്ത്? എനിക്ക് റബ്ബിനെ പൊരുത്താണ്. എൻ്റെ ഈ കച്ചവടം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ആരെ കൊണ്ടാണ്? അത് അറബിക്ക് വിശ്വാസമുണ്ട്. ആ അറബി തകരൂല, ഒരിക്കൽ തകരൂല. എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാ ചിരിച്ചുകൊണ്ട് നമ്മൾ ഗൾഫിൽ പോയി വന്നിട്ട് നമ്മളും അത് പതിവാക്കിയാലും ചിരി ഉണ്ടാവില്ല. മലയാളിക്ക് തെണ്ടൽ മാറൂല, അറബിയോട് തെണ്ടൂല്ല. പുറത്തു പറയണ്ട. നിങ്ങൾ എഴുതിച്ചാൽ ഇന്ന് കാസിമി പറഞ്ഞ വാക്കാണ്. എഴുതിക്കും വരെ പോയിട്ട് മലയാളി തെണ്ടൽ മാറ്റൂല്ല, അറബിയോട്ട് തെണ്ടൂല്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ മുണ്ടി വിരിക്കേണ്ട ഗതികേട് ഒരറബിക്ക് വന്നാൽ മെർസിഡീസ് കാറിൽ വരുന്ന ഞാൻ എൻ്റെ കണ്ടുകൊണ്ടിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ മെർസിഡീസിൽ കയറിയിട്ടുണ്ടാവില്ല. മെർസിഡീസ് കാറിൽ പള്ളിയുടെ മുന്നിൽ മുണ്ടിരിക്കാൻ വന്ന അറബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഇസ്സത്ത് ഭയങ്കര. ഒരു വാക്കൊരു പോലെ നിസ്സാരപ്പെടുത്താൻ സമ്മതിക്കൂല. നമ്മൾ കോടികളുണ്ടെങ്കിലും നിസ്സാരന്മാരായി നടക്കും. കാരണം വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പോൾ വളരെ ചിന്തിക്ക് പേടിയനെ വേണ്ട ഒന്നിനും. അപ്പോൾ ചിന്താഗതി മാറ്റണം. നന്നാക്കി തരുന്നവൻ അല്ലാഹു ലതീഫും ബിഇബാദി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. നമ്മളെ ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നിട്ട് മൂല്യന്മാരെ വയല് കേൾക്കണം. കേരളത്തിലെ മുതലാളിമാരെ പ്രശംസിച്ചുകൊണ്ട് മുസ്ലിംമാർ നടത്തിയ പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയ നിറഞ്ഞെടുക്കുക. എടാ, ഇതിനേക്കാൾ നിനക്ക് നല്ലത് ചേമ്പിന് കളക്കാൻ പോകലാണ്. വലിയ വലിയ ഇത്തര നാവ് നീട്ടിയ മൂല്യന്മാരെ വയല് സോഷ്യൽ മീഡിയ. എടാ, ഇത്തരം വലിപ്പുണ്ടല്ലോ. മുതലാളിമാരെ പ്രശംസിച്ച് വയലറിയാം. ഓനെ എത്തിങ്കാനൊക്കെ 1000 ചാക്കായി എന്നാൽ ഓൻ സ്വർഗമായിക്കോട്ടെ, നമുക്ക് എന്തൊലിക്കാം. കൊടുത്തിട്ടില്ലേ? കൊടുക്കണ്ട. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ദാറുൽ ഖുർആൻ പൈസ അല്ലാതെ പൂട്ടിയാൽ അന്നായിരിക്കും ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ചിരിച്ചണ്ട് പോകും ഞാൻ അവിടുന്ന്. എന്തുകൊണ്ട്? ഇത് നടത്തൽ എൻ്റെ ഉത്തരവാദിത്തം അല്ല, എൻ്റെ റബ്ബിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ ഏത് മൂല്യരെയും പിരിച്ചുവിടും, ഏത് കുട്ടിയെയും പിരിച്ചുവിടും. ആരും വിചാരിക്കണ്ട ഓരോ സ്റ്റാൻഡ് ഇവിടെ കൃത്യമാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ അമീർ ഞാനാ. എനിക്ക് റബ്ബിനെതിരായ ഒന്ന് കണ്ടാൽ ഓനെ ഞാൻ പിരിച്ചുവിടും. അത് കണ്ട നിങ്ങൾക്ക് ഇനിയും പിരിച്ചുവിടാം. പൂട്ടിയാലോ എന്ന് കൂട്ടിക്കോട്ടെ. ചില പ്രസംഗം നടക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ആരാ പിരിവ് വരിക? പിരിവ് ഓരോ മാസം കൂടുക. മൂല്യന്മാർ വരെ എന്നോട് പറയും, നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചാൽ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. ആയിക്കോട്ടെ, വിഷമമുണ്ടായിക്കോട്ടെ. ഞാൻ റബ്ബിനെതിരായ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ കൈപ്പൊക്കാം. ഞാൻ പിന്നെ എനിക്ക് എടാ, മുതലാളിമാർക്ക് അടിയിലോലെ ബാക്ക് സീറ്റിൽ കൈവച്ചിട്ട് തലയെ കെട്ടിട്ട് എന്തടാ നല്ലത്? എന്തിനാണ് തന്നെ പറ്റുക? ആരെയും മുതലാളി? അള്ളാഹുവിൻ്റെ ഫക്കീറല്ലേ മുതലാളി. അപ്പൊ മുതലാളി ആരാ? അള്ളാഹു അല്ലേ? ഫക്കീറായ മുതലാളിനെ പറ്റി ഒന്നും പറയില്ല. ആരെ പറ്റി പറയും? ഫക്കീറിനെ പറ്റി പറയും. ഓന്റെ മഹത്വം ആരെ പറ്റി പറയില്ല? അല്ലാഹ്. അവൻ ആരപ്പങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയല്ലോ, അൽ വഹാബുർ റസാഖുൽ ഫതഹ് അല്ലേ ചൊല്ലിയില്ലേ? അൽ വഹാബ്, ഔദാര്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവൻ. അർ റസാഖ്, എമ്പാടും റിസ്ക് നൽകുന്നവൻ. അൽ ഫത്താഹ്, ആർക്കും തുറന്നു കൊടുക്കുന്നവൻ. പറഞ്ഞോ ഇല്ലേ? പിന്നെന്തിന് അല്ലേ? അസ്മാഉൽ ഹുസ്ന അവിടെ അല്ലേ? ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീമുൽ മലിക് القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح الوهاب ഔദാര്യം ഏറ്റമേറ്റം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവൻ. റസാഖ്, എമ്പാടും റിസ്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ.
അൽ ഫത്താഹ്, എമ്പാടും പൂട്ടിയവനല്ല, തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ. പൂട്ടാനും കഴിയും, തുറക്കന്നെ. അൽ വഖാബ്, ഓത് അൽ വഖാബുർ റസാഖുൽ ഫത്താഹ്. ബഖീൽ എന്ന സിഫത്ത് റബ്ബിനില്ല. റബ്ബ് ബഖീലാണെന്ന് ഒരാൾ വിചാരിച്ചാൽ ആ നിമിഷം അയാൾ കാഫിറാവും. കൊടുക്കൻ. എന്തിനു പേടിക്കുന്നത്? ഒക്കെ ഫക്കീറല്ലേ. എടാ, ഒരുത്തിന് 10,000 സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിലും ഓൻ ആരാണടാ? ഫക്കീർ. ആരടാ ഫക്കീറല്ല? എലോൺ മസ്കോ, ഓൻ ഫക്കീറല്ലേ? ബിൽ ഗേറ്റ്സോ, ഓൻ ഫക്കീറല്ലേ? ആരടാ ഫക്കീറല്ലാത്ത? മുതലാളിയെപ്പറ്റി ഒരക്ഷരം പറയില്ല. സ്റ്റേജിൽ നിർത്തിയിട്ട് പ്രശംസിക്കാൻ ഓൻ്റെ സ്ഥാപനത്തിന് 1 കോടി റുപ്യ കൊടുത്തിട്ടുണ്ട് മുതലാളി, അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ 10 ലക്ഷം കൊടുത്തു. എന്നിട്ടങ്ങോട്ട് ദ്വാരക്കന്നെ, എന്നിട്ടാണ് ഭയന്നു പറയാം. മനസ്സിലായില്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഓനെന്ത് മനസ്സിലാക്കും? ഞാനാണ് ഓൻ്റെ ഉള്ളോനെ അറിയാലോ. ഈ അമുക്ക എന്നെ പ്രശംസിക്കണമെങ്കിൽ മൂല്യർ എവിടെ എത്തണം? പിന്നെ ഓൻ തീ വിട്ടൂലേ? ഒന്ന് നിരീശ്വരവാദിയാകാൻ അത് മതിയാവും. പണ്ടൊരാൾ ഫക്കറായപ്പോൾ, കാഫറായപ്പോൾ മൂല്യരെ ഫത്വയും വാങ്ങി ഒരു സംഘം ആളുകൾ അയാളെടുത്തിരുന്നു. മുതലാളിയാണ് അയാൾ, പിന്നെ കഫറായി. അപ്പോൾ മൂല്യമാരെ ഫത്വയും കൊണ്ട് ചെന്നു. അപ്പോൾ അയാൾ ചിരിച്ചു, ഫത്വൻ്റെ കടലാസ് എടുക്കണ്ട, അങ്ങനത്തെ കുറേ ഫത്വൻ്റെ കടലാസ് ഞാൻ മുസ്ലിമായ കാലത്ത് ഓല കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അക്കടലാസ് വേണ്ട. കങ്ങൾക്കറിയും ആരെപ്പറ്റിയാണ്, എന്താ കങ്ങൾക്കറിയും. പണ്ടത്തെ കഥ 50 കൊല്ലം മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ ഫത്വൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പുറത്തു പറയണ്ട. ആരും നിസ്സാരപ്പെടുത്തിയതല്ല, ആരും മേലാക്കിയതല്ല, ഒരുത്തനും വില വെക്കൂല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഈ കസേര കുത്തിരി ഞാൻ ഒരുത്തനും വില വെക്കൂല. ഇത് റബ്ബിൻ്റെ തോഫിയൊക്കെയുള്ളൊരു കസേരയാ. റബ്ബ് നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ചിന്തിച്ച് അല്ലാഹു ആരാ? في الوجود ولا في الكون من أحد إلا فقير لله الواحد الأحد معولون على إحسانه فقراء لفيض فضله يا نعم من صمدي سبحان من خلق الأكوان من عدم وعمها منه بالإفضال والمدد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما في الوجود ഉണ്ടായിട്ടില്ല വലാ ഫിൽ കൗനി ഈ പ്രപഞ്ചത്തിലുമില്ല മിൻ അഹദിൻ ഒരാളും ഇല്ല ഫഖീറായിട്ടില്ല. എന്താ ഫഖീറിനർത്ഥം? ആവശ്യക്കാരൻ. ആരോടാണോ ഒരു ആവശ്യം? ബൈത്തെഴുതിയേക്കണം കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ എന്നോട് വന്ന് ചോദിക്കണം. ما في الوجود ولا في الكون من أحد إلا فقير لله للواحد الأحد ما في الوجود ولا في الكون من أحد إلا فقير للواحد الأحد ما في الوجود ഉണ്മയിലില്ല ولا في الكون പ്രപഞ്ചത്തിലുമില്ല من أحد ഒരാളും ഇല്ല ഫഖീറുൻ ഫഖീറായിട്ടല്ലാതെ. ആരിലേക്ക്? ലിഫദ്ലില്ലാഹിൽ വാഹിദിൽ അഹദി വാഹിദും അഹദുമായ അവൻ്റെ ഔദാര്യത്തിലേക്ക് കൈനീട്ടവൻ അല്ലാത്ത ഒരു നിമിഷവും ഈ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല. പിന്നെന്താടാ എലോൺ മസ്ക്? പിന്നെന്താടാ നിന്റെ നാട്ടിലെ തീട്ടം തൂറിയായ മുതലാളി? ഓൻ്റെ വൽപ്പത്തരം പറഞ്ഞ് മൗലൂദ് ഓടിയ, പിന്നെ ഓൻ്റെ വൽപ്പത്തരം പറയാ. ആര്? വലിയ നേതാക്കന്മാര് മുതലാളിമാരെ വൽപ്പത്തരം പറഞ്ഞ് കുത്തിരിക്കുക സ്റ്റേജിന്മേൽ. ആ സ്റ്റേജ് കഴിഞ്ഞു പോകുമ്പോൾ റബ്ബിൻ്റെ വൽപ്പത്തരം ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിരീശ്വരവാദം മുസ്ലിം യൂത്തിൻ്റെ മുന്നിൽ അധികരിക്കാനുള്ള കാരണമെന്നാൽ കഴിഞ്ഞ 35 കൊല്ലം സ്റ്റേജുകൾ തമ്മിൽ തല്ലാൻ മാത്രമാണ് സുന്നി മുസ്ലിങ്ങളും മറ്റുള്ളവരും ഉപയോഗപ്പെടുത്തിയത് എന്നതാണ് കാരണം. പുറത്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇത് പുറത്ത് പറയാം. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതല്ല കേട്ടോ. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ പിടിച്ച് പുറത്താക്കി. 2013 പറഞ്ഞിട്ടുണ്ട് ഇത് മുസ്ലിം യൂത്തിനെ അപകടകരമായി ബാധിക്കും.
ഈ ആഴ്ച എത്ര മൂല്യന്മാർ കാഫറായി എന്നറിയാം നിങ്ങൾക്ക്? ജനുവരിയിൽ ഫൈസിമാരും സഖാഫിമാരും കാഫറാകാം. കാഫർ. ഞാൻ ഇന്നലെ സലാമിനല്ലേ ഞാൻ കാണിച്ചെന്ന്. കാത്തിരക്ഷിക്കട്ടെ. എന്തേ പറ്റിയത്? എന്തേ ജനമനസ്സിൽ നിന്ന് അള്ളാഹ് എന്നുള്ള ചിന്ത പോയി. അവർക്ക് തോന്നി ഈ ജാതി ബഹളം കൂടുന്ന ഇവരെ കൽബിൽ അല്ലല്ലാതെ ഇപ്പം നമ്മൾ അള്ളാഹിനെ കൊണ്ട് നടത്താൻ എന്താ കാര്യം? അത് മാത്രമാണ്. നിങ്ങൾ രണ്ടു കൂട്ടരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇത് ഞാൻ പണ്ട് പറഞ്ഞതുമാണ്. ഞാനിത് വീണ്ടും നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയാത്തത്. എനിക്ക് ജയിക്കണമെന്ന് കൊതിയില്ല, പക്ഷെ അതേ നടക്കൂ ഇൻഷാ. മലയാളക്കരയിൽ നിരീശ്വരവാദം കൂടാനുള്ള കാരണം 980 ശേഷം മുസ്ലിം പണ്ഡിതന്മാർ സ്റ്റേജ് മുഴുവനും അള്ളാഹുവിനെ പറ്റിയല്ല പറഞ്ഞത്, തമ്മിൽ ചീത്ത പറഞ്ഞു. വിദ്യാർത്ഥിനെ വിമർശിക്കണ്ട, അതൊക്കെ തമ്മിൽ നിസ്സാര കാര്യം. സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പറയന്നെ. ഇപ്പൊ തീരുന്നുണ്ട് പ്രശ്നം. എന്താ തീരാത്തത്? കൽബിൽ ആരില്ല, അല്ലാഹുവില്ല. ഇപ്പൊ തീരും പ്രശ്നം. കൽബിൽ അല്ലാഹു ഉണ്ടായാൽ പ്രശ്നം തീരും. കൽബിൽ അല്ലാഹു ഇല്ല, നാവിലാണ് അല്ലാഹു. തീരൂല, ഈ പ്രശ്നം തീരൂല. തീരും. നമ്മളെ കൽബിൽ ആര് വരണം? എത്രയും താഴാലോ അല്ലാഹുക്ക് വേണ്ടി എന്ത് തന്നൂടെ? എന്താ ഹസന്റെ പ്രത്യേകത? ഹസന്റെ പ്രത്യേകത എന്താ? ഒഴിവാക്കി കൊടുത്തു. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരം. എന്തുകൊണ്ട് യോഗ്യനാ ഹസൻ? ഒഴിവാക്കി കൊടുത്തു. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണെന്ന് കുറച്ചാളുകൾ പറഞ്ഞു. ബഹുജനത്തിന്റെ 3/4 ഭാഗം ആരാണ് ഭരണാധികാരിയാകണമെന്ന് പറഞ്ഞത്? ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു അവര് എൻ്റെ പാപ്പാന്റെ ചങ്ങായിയാണ്, വയസ്സുള്ള ആളാണ്, അപ്പൊ അവർക്ക് ഭരണാധികാരിയാണെങ്കിൽ അവരാണ് ആകേണ്ടത്, ഞാനല്ല. ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഈ മുആവിയ റളിയല്ലാഹുവിന്റെ മകൻ യസീദ് ഒരു പെണ്ണിന് വിഷം കൊടുത്തിട്ട് വിഷം ഭക്ഷണത്തിലെടുത്ത് കൊടുത്ത് കൊല്ലിച്ചു. ആര്? സയ്യിദുനാ ഹസൻ. മനസ്സിലായില്ലേ? ചിന്തിക്കാത്താണ് ഹസൻ. 25 കൊല്ലം വട്ടം നടന്നാണ് ഹജ്ജിന് പോയത് സയ്യിദുനാ ഹസൻ. എന്തേ ഒന്നും അവർക്ക് പ്രശ്നമില്ല മോനെ. അള്ളാന്റെ ആളുകളാണ്. ما في الوجود ولا في الكون من أحد إلا فقير لفضل للواحد الأحد معولون على إحسانه فقراء لفيل إفضاله يا نعم من صمدي يا الله. എല്ലാവരും അഭയം പ്രാപിച്ചു നിൽക്കാണ്. അല്ലാഹു ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഫക്കീറന്മാരായിട്ട് ആരും എലോൺ മസ്ക് അടക്കം ഒക്കെ കൈനീട്ടിക്ക. ആരോട്? അല്ലാഹു കൊടുത്താലേ ഉള്ളൂ. എടാ ബിൽ ഗേറ്റ്സും എലോൺ മസ്കും ശ്രീമാൻ നരേന്ദ്രമോദിയും ഒക്കെ ഫക്കീറാകണമെങ്കിൽ ആയെങ്കിൽ പിന്നെ ഫക്കീറാണെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടോ? പോലും മലയാളിയാണെന്ന് ചിന്തിച്ചാലല്ലേ നമ്മളായില്ലല്ലോ എന്ന് ബേജാറുള്ളൂ. പറയാം മനുഷ്യ, ഒരു കരയിലെ ചെറുപ്പക്കാരൊന്നും പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഒരുത്തൻ പെണ്ണ് കെട്ടാത്തവന് ബേജാറുണ്ടോ? ഓരോടും ഓനവിടെ പെണ്ണ് കെട്ടണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓനെന്താ പറയാ? എൻ്റെ ഒപ്പം മദ്രസയിൽ പഠിച്ചോളൊന്നും കിട്ടിയില്ലല്ലോ, പോലൊക്കെ ഇവിടെ ഉണ്ടല്ലോ പറയും മനുഷ്യന്മാര്. അതേ സമയത്ത് ഓരൊക്കെ കെട്ടിയാൽ പിന്നെ ഓന് കുടുകൂടി തുടങ്ങും. എങ്ങനെങ്കിലും കെട്ടണല്ലോ. എലോൺ മസ്കും ഫക്കീറ. പിന്നെ ഞങ്ങൾക്ക് ഫക്കീറാണ്. എന്താ? ബിൽഗേറ്റ്സും ഫക്കീറ. പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഫക്കീറ. റൊണാൾഡ് ട്രംപ് ഫക്കീറ. പിന്നെ ഫക്കീറായിക്കും. എന്നാ പിന്നെ നമുക്ക് നല്ല എന്താ? ഓനാരും ആരല്ല മുതലാളി. പിന്നെ ഓല കൂട്ടത്തിൽ കൂടാ. അതാണല്ലോ നല്ലത്. എൻ്റെ വാപ്പ പറയും, നിക്കമ്മ സാഹിബിൻ്റെ മകളെ ഒരുത്തൻ കോളേജിൽ പോയപ്പോൾ കണ്ടു ഒരു അങ്ങാടി കൂടെ തെണ്ടി കിടക്കണോ. അപ്പോൾ പെണ്ണെട്ടേന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ പെണ്ണ് കണ്ടിച്ചു. അപ്പോൾ കല്യാണം നടക്കുമോ? ഏകദേശമൊക്കെ നടക്കും. ഓക്കെ, പകുതി സമ്മതിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ എണ്ണിക്കമ്മ സാഹിബിൻ്റെ ഖാൻ ബഹദൂർ ഇൻകമ്മ സാഹിബിൻ്റെ മകളെയാ കണ്ടു. അപ്പൊ എൻ്റെ പുതിയ പകുതി സമ്മതം എനിക്ക് സമ്മതം, ഓളും കൂടി സമ്മതിക്കണമെന്നേ ഉള്ളൂ എന്നെ വാപ്പ തമാശ പറയും.
പകുതി സമ്മതേക്കും, നീ ഫുൾ സമ്മതാക്കിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ. മനസ്സിലായില്ലേ? ഇവരെല്ലാം ഫക്കീറാ. പിന്നെന്താ എനിക്ക് ഫക്കീറാണിന്? ഇവരൊക്കെ ഇല നക്കിയുടെ ചെറിയ നക്കികളാ. ഓക്കെ, പിന്നെന്താ എനിക്ക് പ്രശ്നം? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഓർക്കാം, എൻ്റെ ഒരു ആമീൻ ചെറുതായി പോയോ? മലയാളി ആകാൻ വേണ്ടിയിട്ടാ ക്ലാസ്സിൽ വന്ന് എന്നെ ഞാൻ ഫക്കീറാക്കി വിടുള്ളൂ. ഫക്കീറാകണം. ആരിലേക്ക്? അള്ളാ. എന്താ ഫക്കീർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇനി ഫക്കീർ എന്ന വാക്കിൻ്റെ അർത്ഥം ആവശ്യക്കാരൻ. ഫക്കീർ ആവശ്യക്കാരൻ. നമ്മളൊക്കെ ആവശ്യക്കാരൻ. ആരിലേക്ക്? അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാത്തോ ഞാൻ വിചാരിച്ച ഓൻ ആരായി? കാഫിറായിലടങ്ങായി. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഫക്കീർ ഓൾറെഡി ആണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ആരാകണം? അള്ളാഹുവിന്റെ ഫക്കീറാകണം. പിന്നെന്താ പ്രശ്നം? വലിയ മുതലാളിന്റെ പണിക്കാരനായാൽ പിന്നെ വലിയ മുതലാളിക്കാണല്ലോ. ഒരാൾ ആയുസ് മുഴുവൻ ഒരു മുതലാളിക്കാ പണിയെടുത്ത്. അയാളെ മകളെ കെട്ടിച്ചപ്പോൾ ഒരു കഴുത്തിലും കാതിലും കാലിലും അരയിലും ഇല്ലെങ്കിൽ മോശായിരിക്കാം. ഓനൊന്നും കൊടുക്കാത്തന്നെ ജവ്വജുത്തുക്കാരനറിയും. അപ്പോൾ മുതലാളി പറയും, അങ്ങനെ തീരുമാനിക്കല്ലേ, എന്തെങ്കിലും ആ പെണ്ണിന് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അനക്കെന്തോലക്ക, അനക്ക് തേണ്ടി നടക്കാം. എന്റെ പല്ലേ മനുഷ്യന്മാര് പറയാ 2 ആഴ്ചക്ക് ദുബായിന്ന് ഒരു പൈസ വരാണ്ട്, എന്നിട്ട് നോക്കാം. മനസ്സിലായില്ല? നമ്മൾ ആരെ ഫക്കീറാണെങ്കിൽ, അള്ളാഹുവിന്റെ ഫക്കീറാണെങ്കിൽ, അത് നേരെ അങ്ങോട്ട് വെച്ച് നോക്ക്. ഫക്കീറാണെങ്കിൽ പിന്നെ നമ്മൾ ആവശ്യം നടത്തൽ ആരെ ലക്ഷ്യാണ്? എനിക്ക് റബ്ബിന്റെ ഫക്കീർ അല്ല, ഇത് മുതലാളിയാണെന്ന് അറിഞ്ഞ് നടക്കുക. പിന്നെ എന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യം റബ്ബിനെന്താ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ ഞാൻ ഒരാളെ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരാള് മരപ്പണിക്കാരനായ തൊഴിലാളി മകളെ കെട്ടിക്കാൻ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തിപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു? കല്യാണമൊക്കെ ഉറപ്പിച്ചു. രാത്രി കടന്നുറങ്ങുമ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്കെന്നാ ആധാരമുണ്ടെങ്കിൽ ബാങ്ക് കൊണ്ടുപോയി കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു കഴുത്തിലും കാതിലും വേണ്ടേ. അപ്പോൾ അയാൾ മൂളി. സുബൈൻ്റെ ശേഷം അയാൾ പറഞ്ഞു, ഞാനൊരു സ്ഥലം വരെ പോയി ഇറച്ചേ, എന്നിട്ട് പിന്നെ ആധാരത്തിനെ പറ്റി ആലോചിക്കാം. അങ്ങനെ അയാൾ പണിയെടുത്തിരുന്ന ഒരുപാട് കാലം അയാൾ മരപ്പണിയെടുത്ത മുതലാളിൻ്റെ അടുത്ത് ചെന്നു. എന്തേച്ച് പോകുന്നു ചോദിച്ചു. മകളെ കെട്ടിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അത് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നതാണ്. അപ്പോൾ മുതലാളി പറഞ്ഞു, ഇജാ പണ്ട് പണിയെടുത്ത മാതിരി ഒന്നും ഇപ്പോൾ ഒന്നുമില്ല എൻ്റെ കഴിച്ചു. ഞാൻ തന്നെ ആകെ കുടുങ്ങി നടക്കണം, അതൊക്കെ കടാണ്, അല്ല ഈ കാണുന്ന ചൊറുക്കനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം മൂപ്പര് അവിടുന്ന് എണീറ്റു. ഞാൻ പോവുകയാണ്. ഞാൻ ദേഷ്യപ്പെട്ട പോലെ ദേഷ്യപ്പെട്ടിട്ടല്ല, ഞാനിൻ്റെ ആധാരം ബാങ്ക് കൊണ്ടേക്കാൻ പോവുകയാണ്. ഞാൻ അതിന് വന്നതുമല്ല, ഞങ്ങളെടുത്ത് പൈസ വാങ്ങാൻ വന്നതല്ല. ഞാൻ നേരം വെളുക്കുമ്പോൾ ആധാരം പൈസ വാങ്ങാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടേക്കാൻ വേണ്ടി ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ വേറൊരു മാർഗം നോക്കാതെ ബാങ്ക് കൊണ്ടുപോയി വെച്ചാൽ പടച്ചോൻ്റെ അടുത്ത് തല്ലിട്ടിയാലോ. അപ്പം എന്താ ചെയ്യുക? അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ പണി ഒരുപാട് കാലം പണിയെടുത്തേ ഈ നാട്ടിലെ വലിയ മുതലാളിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് പറയുക. മൂപ്പരടുത്തും പൈസ അല്ലെങ്കിൽ പിന്നെ റബ്ബിനോട് പറയാ, റബ്ബേ ഞാൻ പണ്ടേ പൈസ ഇല്ലാത്തോ, ഇന്റെ മുതലാളിയും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആധാരം വെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആ തല്ലി എനിക്കുണ്ടാവില്ലല്ലോ എന്ന് അതിൽ മൂപ്പരുത്താണെങ്കിൽ ഇജേ ഇന്ന നരകത്തിലാക്കി പോവല്ലേ, 10 പവൻ ഞാൻ തരാം. എങ്ങനെയുണ്ട്? കുറെ പെൺകുട്ടികളുണ്ടായി, ഒക്കെ കെട്ടിച്ചു. എന്നോട് മൂപ്പര് പറയും, എനിക്ക് ATM കാർഡുണ്ട്, ഞാൻ എൻ്റെ കുട്ടികളൊക്കെ കെട്ടിച്ചത് ATM കാർഡ് കൊണ്ടാ. നമ്മൾ അന്തം വിടുമല്ലോ, ഒരു സാധുവായ തൊഴിലാളിയായ മനുഷ്യന് ATM കാർഡ് ഉണ്ട് പറഞ്ഞാൽ. അപ്പൊ ആ മൂപ്പര് പറയും, എൻ്റെ ATM കാർഡ് എല്ലാവരും ATM കാർഡും മെഷീനിൽ പോയിട്ട് ഇങ്ങനെ കുത്തണം, എൻ്റെ അത് ഇങ്ങനെ കുത്തുക ചെയ്യുക. ഞാൻ രാത്രിയായ അങ്ങനെ കുത്തും, അപ്പൊ ഇങ്ങനെ ATM കൂടി ചാടും. അങ്ങനെ എൻ്റെ കുട്ടികളൊക്കെ കെട്ടിച്ച്. എങ്ങനെയുണ്ട്? അതിനാണടാ ആൺകുട്ടി അറിയാം, തലേക്കെട്ടിൽ 25 മീറ്ററിന്റെ തിരകൊന്നുമില്ല. പക്ഷെ ആ മുഅ്മിനാകണമെങ്കിൽ 25 മീറ്റർ തിരക തലേക്കെട്ടുണ്ടോന്നും ആവശ്യമില്ല, ഒരു തലക്കെട്ടിന് ആവശ്യമില്ല. സുന്നത്തില്ലേ മൂല്യരേൻ? എടാ അതിനാദ്യം ഫർള് വേണ്ടേ? എടാ സുന്നത്ത് പടച്ചോനാണ് തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഫർള് ഉണ്ടായിട്ടല്ലടേ എങ്ങായി സുന്നത്ത്. ഉടുപ്പിടല്ലാത്തോന്നത്തെ എങ്ങായി തലേക്കെട്ട്. തുണി കഴിച്ചാൽ തലേക്കെട്ട് വിടൂല, അപ്പോഴാണ്
പാമ്പാണ്. നീന്തിയപ്പോ തുണി അഴിഞ്ഞുപോയി, തലയെ കെട്ടുപോയി. അപ്പം വേഗം കരക്ക് കയറിനോടുകൂടെ എന്തായി? തലമറുക്കല്ലേ സുന്നത്തല്ലേ? തലമറിച്ച് എന്തില്ല, എനിക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. തലയിൽ 25 ഇഞ്ചിന്റെ തിരകിയും വെച്ച് നടക്കാം. ഇപ്പൊ പണിയൊക്കെ ചങ്ങായി എന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈമാ പോകും. ഒന്നും വിചാരിക്കരുത്. മനുഷ്യൻ നന്നാകേണ്ടത് ഓന്റെ തലേക്കെട്ടിലല്ല, സുന്നത്തല്ലേ. ഇനി കുറച്ചാളുകൾ ഫത്വയും കൊണ്ടിറങ്ങും. അതൊക്കെ നിങ്ങൾ അടുപ്പിൽ വെച്ചാൽ നിങ്ങളെ ഫത്വ. ഞാൻ ഇവിടെ പറഞ്ഞ തലേക്കെട്ട് സുന്നത്താണ്, തൊപ്പിയും സുന്നത്താണ്. അതിനാദ്യം എന്ത് വേണം പറയടാ അൻപറേ? ആദ്യം എന്ത് വേണം? തുണി ഉടുക്കണം ചങ്ങായി. റബ്ബാണ് രക്ഷിതാവ്, റബ്ബിനെ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. ഇതാണ് ഈമാൻ. എന്തായാൽ ഇതിന്റെ എല്ലാ പ്രശ്നവും ആര് തീർക്കും? അല്ലാഹ്. ഒരു വലിയ സ്വാലിഹായ ഒരു ആലിമുണ്ടായിരുന്നു. ആ ആലിമിന്റെ ഭാര്യ മരിച്ചു, പ്രസവിച്ചു മരിച്ചു. ഒരു സഭ പറയാ, എത്തോ കിതാബിന് ഞാൻ കണ്ടിട്ടുണ്ട്, പല കിതാബിനും കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഒരു ആലിമായ വലിയ സ്വാലിഹായിരുന്നു. ആ മനുഷ്യന്റെ സമയത്തിനെ 1 മിനിറ്റോടെ അവസാനിപ്പിക്കും. ഇത്രേ അത് ഇപ്പൊ ഈ സുബഹി നേരം വയ്യാനോടൊക്കെ ഡിസോർഡറാണ്. സാരമില്ല, 10 മിനിറ്റ് വിടാനും നേരം അത്രയുള്ള ബേജാറുണ്ട്. എന്താ പറഞ്ഞേ? ഒരു സ്വാലിഹായ ആലിമിന്റെ ഒരു കഥ, മക്കയിലെ ഒരു ആലിമിന്റെ കഥ പല കിതാബിലുണ്ട്. അങ്ങനെ പ്രസവിച്ച് ഭാര്യ മരിച്ചു. പിന്നെ ഈ കുട്ടിയെ ഇയാൾ പലതും കൊടുത്ത് പോറ്റി. അവസാനം ഇയാൾ രോഗിയായി. അങ്ങനെ രോഗിയായി ഈ കാലിട്ടടിക്കണ കുട്ടിയെ പോറ്റുന്നതിനിടയിൽ ഇയാൾ രോഗിയായി. മുല കുടിക്കേണ്ട പ്രായം, ഈ മുലപ്പാലും ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് ഉമ്മ മരിച്ചല്ലോ, ഇയാൾ രോഗിയായി, മരണാസന്നനായി. അപ്പോൾ ഈ ആലിമിനെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാൾ ഇയാളോട് ഭംഗി വാക്ക് പറഞ്ഞു. എന്ത്? ഉസ്താദേ, നിങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഉസ്താദേ, പറ. പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു ഉസ്താദേ എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പൊ വിശ്വസിക്കൂല. പണ്ട് പലരും ഞാൻ കാറ് വാങ്ങിത്തരാ, ഇന്നോവ വാങ്ങിത്തരാ എന്ന് പറഞ്ഞ ആളുകളും പിന്നെ ആ നേരത്തെ നിങ്ങളത് പറ്റൂല എന്ന് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞോലും നമ്മളെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എനിക്ക് നന്നേ അറിയാം, അന്ന് അത്ര അറിയില്ല, ഇപ്പൊ നല്ലോണം അറിയാം. ആരാ എൻ്റെ ഇന്നോവയിൽ ഞാൻ പോകില്ല എന്ന് എനിക്ക് ഉറപ്പായി. സംഭവം. അങ്ങനെ ഖാദിം എന്ത് പറഞ്ഞു? ഉസ്താദേ, എന്നെ ഏൽപ്പിച്ചാലേ കുട്ടിൻ്റെ കാര്യത്തിൽ ഉസ്താദേ നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ മരിക്കണ്ട, മരിച്ചോളൂ, ഞാൻ നോക്കിക്കോളാറും. അപ്പൊ മൂല്യര് പറഞ്ഞു, അത് ബേജാറാണ്ട, നിന്റെ കുട്ടീനെ ഏറ്റെടുക്കാൻ പറ്റിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ജനക്കത് ശല്യോ സത്യമാണ്. പിന്നെ ആ കുട്ടി ആ പരിയിൽ മത്രൂക്കാവും. ഇയാൾ മൂല്യര് മരിക്കും ചെയ്തല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതെന്ത് ചെയ്യാൻ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ രാത്രി നീ ഈ കുട്ടിനെയും കൊണ്ട് ഫജ്റിന്റെ നേരത്ത് വെളുപ്പാങ്കാലത്ത് കൊണ്ടുപോയി കബാലയത്തിന്റെ മുറ്റത്ത് മത്താഫിൽ വെക്കുക. എന്നിട്ട് ജി പോകുക. കുട്ടി നല്ല കോലത്തിലാവും, ജി പിടിക്കുക. മനസ്സിലായില്ല? മത്താഫിൽ കൊണ്ടുപോയേക്ക കുട്ടിയെ, എന്നിട്ട് ജി പോയിക്കോ, ജന്റെ പണിക്ക് പോയിക്കോ. പിന്നെ കുട്ടിനെ പറ്റി ആലോചിക്കേ വേണ്ട, നോയിക്കോ, അതിന്റെ കാര്യം ഉറങ്ങിക്കോളും. അങ്ങനെ മോലിയർ മരിച്ചു, ആലിമ മരിച്ചു, മറവീതു ഖാദിമിന്റെ കയ്യിലായി, അധികാരത്തിലായി ആ രാത്രി. ഇങ്ങനെ കുട്ടിയെ, ഈ കാലിട്ടടിക്കുന്ന ഈ ചെറിയ കുട്ടിയെ കൊണ്ട് വെളുപ്പാങ്കാലത്ത് ഫജ്റിന്റെ നേരത്ത് ഈ മനുഷ്യൻ, ഈ ഖാദിമായ ആലിമിന്റെ ഖാദിമായ മനുഷ്യൻ മത്താഫിലേക്ക് പോയി. മത്താഫിൽ കൊണ്ടുപോയി വെച്ച് എന്നിട്ട് ഇയാൾ പോകാൻ വേണ്ടി പറഞ്ഞ, അയാൾ പോയില്ല. കബാലയത്തിന് പഴയകാലത്ത് തൂണുകളൊക്കെ ഉണ്ടാവല്ലോ, എൻ്റെ മുറ്റത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ തൂണിന് ഇയാൾ ഇങ്ങനെ മറിഞ്ഞു നിന്നാണ്ട് ആ മുല കുടിക്കേണ്ട കുഞ്ഞിലേക്ക് അങ്ങനെ നോക്കി കുത്തിരുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ മക്കയിലെ ഭരണാധികാരിയുടെ ഭാര്യയാണ് ആദ്യമായി തവാഫിന് വന്നത്. വെളുപ്പം കാലത്ത് ആദ്യം ഇയാളിങ്ങനെ തൂണിന് മറിഞ്ഞു, മസ്ജിദുൽ ഹറാമിലെ തൂണിന് മറിഞ്ഞു നിന്ന് നോക്കുക. അപ്പൊ ആദ്യം തവാഫിന് വരുന്ന ആരാ? മക്കായിലെ രാജാവിന്റെ രാജ്ഞി വന്നു. കുട്ടിയെ കാണുന്നതോടുകൂടെ അവര് വാരിയെടുത്തു. തിഫ്ലുൻ അജീബ്, ഇതോ ഒരു ചൊറുക്കുള്ള കുട്ടിയാണ്. വേഗം തോയ്മാരെ കൈ കൊടുത്തു. നീ ഇതാർക്കും കൊടുക്കൂല, ഇത് ഞാൻ എടുക്കും, ഇതിന്റെ കുട്ടിയാണ്. ആ കുട്ടിയെ രാജ്ഞി വളർത്തി. അങ്ങനെ ഈ പെൺകുട്ടി വളർന്ന് ആരായി? യുവതിയായപ്പോൾ
ഈ കുട്ടിയെ കെട്ടിച്ചു കൊടുത്തു. ആർക്ക്? ലിബ്നിൽ വസീരി, പ്രധാനമന്ത്രിയുടെ മകന് കെട്ടിച്ചു കൊടുത്തു. പിന്നെ മന്ത്രിയുടെ ഭാര്യയായി അങ്ങനെ ജീവിച്ചു. ആര്? കുട്ടി. എന്തുകൊണ്ട്? അഭയം തേടിയത് ആരോടാണ്? രാജാതിരാജനോട്. അല്ലാ, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, എന്ത്? ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ കുട്ടികളെ നോക്കണേന്നാണ് പറഞ്ഞാൽ നിങ്ങൾ പറയും, പടച്ചോനെ ഉസ്താദേ, അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയണം. അതൊക്കെ പറയലല്ലേ ഞങ്ങൾക്ക് കുറച്ചില്. നിങ്ങളെല്ലാവരും ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉച്ചക്കത്തെ ചെലവ് എൻ്റെ വക, രാവിലത്തെ ചായ എൻ്റെ വക. അപ്പൊ വേറെത്തനെല്ലാം 5 നേരത്തെ ചെലവും കഴിഞ്ഞാൽ വേറെത്തൻ പറയും, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ എടുത്താൽ പിന്നെ നമ്മൾ പോലത്തെ എന്താണ് വൈകുണ്ടാകുക? ഞമ്മക്കും വേണ്ട ഉസ്താദിന്റെ കുട്ടിനെ പോറ്റ. ഒരാഴ്ച നടക്കും, പിന്നെ ഞങ്ങൾ എന്ത് പറയും? മൂപ്പരേതായാലും മരിച്ചുപോയി, നമുക്ക് നമ്മളെ കുട്ടികളെ കാര്യം തന്നെ നോക്കാൻ നേരല്ല. അതുകൊണ്ട് പേടിക്കണ്ട, അള്ളാനെ ഏൽപ്പിച്ച അള്ളാഹ് ഏതായാലും കുട്ടികളില്ല. ലം യലിദ് പറയടാ, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 25 മീറ്റർ തലയെ കെട്ടിയിട്ട് നാട്ടുകാരെ പോറ്റെന്ന് വിചാരിക്കണ്ട. ആരെ വിചാരിച്ചോ? അല്ലാഹ് പഠിക്കണ്ട. അല്ലാഹു ലത്തീഫുൻ ബിഇബാദി. അല്ലാഹു തൻ്റെ ദാസന്മാരോട് ഏറ്റവും മാർദ്ദവം ചെയ്യുന്നവരാണ്. ഈ ഹദീസ് കഴിഞ്ഞിട്ടില്ല. ഹദീസ് പറഞ്ഞോ? ഇല്ല. അടുത്ത ആഴ്ച ഹദീസ് കൊണ്ട് തുടങ്ങാം. മനസ്സിലായോ പറഞ്ഞത്? കഴിഞ്ഞ് വലിയ ഹദീസാണ്. അടുത്ത ആഴ്ച ഹദീസ് കൊണ്ട് തുടങ്ങാം. ചിന്തിക്കുക, ചിന്താഗതി മാറ്റുക. ഇവിടെയാണ് ഇബാദത്ത്, എവിടെയല്ല. തഹജ്ജുദ് നിസ്കരിച്ച സ്വഹാബികളുമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാത്ത സ്വഹാബികളുണ്ട്. കാരണം അവർക്ക് അങ്ങനത്തെ പണി ഉണ്ടാവും. നേരം വൈകിട്ട് ഇൽമും മുദാക്കറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഉറങ്ങൂല. ചിലർ ഉറങ്ങിയാൽ ചിലർക്ക് എണീക്കാൻ കഴിയില്ല. നേരം വെളുത്ത പാടത്ത് പണിയുണ്ട്, പറമ്പിൽ പണിയുണ്ട്. നമ്മളെ തഹജ്ജുദ് നടക്കണ എന്തുകൊണ്ടാണ്? നമ്മക്ക് പണിയില്ല. 40 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത് ഒരു പണിയില്ലാത്ത മൊല്ലാമാരാണ്. മനസ്സിലായില്ല? വേറുള്ളവർക്ക് നേരം വെളുത്താൽ എന്തേ പണിക്കോണം. ഇപ്പം ആർക്കും എന്തില്ല, ബംഗാളികൾക്കേ പണിയുള്ളൂ. നമ്മക്ക് പണിയില്ലടങ്ങായി. പണിയില്ലാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ആയത്. ബംഗാളിക്കൊരു മാസം 30,000 റുപ്യ ചുരുങ്ങിയത്. നമ്മൾ 6,000 റുപ്യക്ക് പോയിട്ട് ആടുമേക്കും. എന്തുകൊണ്ട്? നമ്മക്കിവിടെ പണിയില്ല. ബംഗാളിക്ക് ഇവിടെ ആയിരക്കണക്കിന് റുപ്യന്റെ പണി ദിവസമുണ്ട്. ഇതാണ് മലയാളിയുടെ കറാമത്ത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. എൻ്റെ ഉറങ്ങിയാലും കിടന്നാലും അവർക്ക് വരണില്ല. നേരം വെളുത്താലും ഉറങ്ങന്നെയല്ലേ. അപ്പൊ രാത്രി എന്തില്ല, നേരെ മറിച്ച് അങ്ങ് ഈശ നിസ്കരിച്ച് ഒറ്റ ഉറക്കാണ്ട് ഉറങ്ങും. സുബൈക്ക് പെണ്ണുങ്ങൾ വിളിച്ചോളം. എൻ്റെ കന്നിൻ്റെ ഒപ്പം നടക്കുക 8, 10, 15 കിലോമീറ്റർ നടക്കും ദിവസം. തളരും. പിന്നെ പശുവിന് പുല്ലരിയണം. എന്തൊക്കെ പണിയാ. അപ്പൊ അവർക്ക് രാത്രിയായി ഉറങ്ങിയ സുബൈക്കേ എണീക്കൊള്ളൂ. അവർക്ക് എന്ത് നിസ്കരിക്കൂല. ഇന്നിപ്പോ നമ്മൾ 40 കൊല്ലായി തഹജ്ജുദ് തുടക്കിയിട്ടില്ല. എന്തുകൊണ്ടാ മുടക്കാത്തത്? അനക്ക് എന്തില്ലടേ എങ്ങായി? എൻ്റെ കറാമത്തല്ലത്. എന്നൊന്ന് പണിക്കാക്കി നോക്കാം. ഒരു തഹജ്ജുദ് നിസ്കരിക്കൂല. അതൊന്നും ഒരു വാജിബായ കാര്യമല്ല. തഹജ്ജുദ് നിസ്കരിച്ചോട്ട് മാനും ആവൂല. ഒക്കെ വേറെ വർത്താനം. മനസ്സിലായോ പറഞ്ഞത്? തഹജ്ജുദ് നിസ്കരിക്കാൻ നന്മയല്ലേ? നന്മയാണ്, ഒക്കെ നന്മയാണ്. പക്ഷേ സ്വഹാബികൾ മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. നമുക്ക് തഹജ്ജുദ് ഉണ്ട്, ആരില്ല? അല്ലാഹ്. ഇതാണ് പ്രശ്നം. അല്ലാഹു നമ്മളെ തല നന്നാക്കി തരട്ടെ. അൽ ഫാത്തിഹ.